ഇൻസൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വീണ്ടും ഫലസ്തീനെക്കുറിച്ചാണ്. 2023 ഒക്ടോബർ 7 ദശകങ്ങൾ നീണ്ട അധിനിവേശത്തിനെതിരായ സമരത്തിൻ്റെ തുടർച്ചയെന്നോണം ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നുകയറി നടത്തിയ ആക്രമണം, അതിനെ തുടർന്ന് അതിന് തിരിച്ചടിയെന്നോണം ഇസ്രായേൽ ആരംഭിച്ച വംശഹത്യാശ്രമം. ആ വംശഹത്യാശ്രമത്തിന് നാളെ 100 ദിവസം തികയുകയാണ്. ഈ 100 ദിവസത്തിനിടെ 23,500-ലധികം മനുഷ്യജീവനുകളാണ് ഗസയിൽ ഇല്ലാതായത്. അതിൽ തന്നെ 10,000-ഓളം കുഞ്ഞുങ്ങൾ, 10,000-ലധികം കുഞ്ഞുങ്ങൾ. 100,000-ഓളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്, പലരെയും കാണാതായിട്ടുണ്ട്. കെട്ടിടങ്ങൾ നിരവധി ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ആശുപത്രികൾ പോലും അവർ ഒഴിവാക്കിയിട്ടില്ല, അഭയാർത്ഥി ക്യാമ്പുകൾ ഒഴിവാക്കിയിട്ടില്ല, സ്കൂളുകൾ ഒഴിവാക്കിയിട്ടില്ല. ഒരുപക്ഷെ സമീപകാല ലോക ചരിത്രം കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യാശ്രമമാണ് പലസ്തീനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. നമുക്കൊപ്പം ഉള്ളത് ജിനു സക്കറിയ ഉമ്മനാണ്. ഈ വിഷയം ദീർഘകാലമായി പഠിക്കുകയും ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുകയും ഇപ്പോഴും ആ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ജിനു സക്കറിയ ഉമ്മൻ, സ്വാഗതം. ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഈ 100 ദിവസത്തിനിടെ ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കാൻ, ആക്രമണം നടത്താൻ, അവിടുത്തെ ജനങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനൊക്കെ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്, ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ജനതയുടെ പോരാട്ട വീര്യത്തെ തകർക്കാൻ ഒരുപക്ഷെ ഈ ആക്രമണത്തിന് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ഗാസയിൽ ഈ 3 മാസം പിന്നിടുമ്പോൾ അവർ ജനങ്ങളെ മുഴുവനും ഒരു സൈഡിലേക്ക്, സദേൺ ഗാസയിലേക്ക് കോർണർ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 30,000-ഓളം ജനങ്ങൾ മരിച്ചു കഴിഞ്ഞു. അവിടെ ഒരു ദിവസം 150-ലേറെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുക. അവിടെ 100,000-ലേറെ ആൾക്കാർ മുറിവേറ്റിട്ടുണ്ട്. അതിലുപരിയായിട്ട് 4 ലക്ഷത്തോളം ആൾക്കാർക്ക് വിവിധ തരമായ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഉണ്ടെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട്. 100,000-ൽ പരം ജനങ്ങൾക്ക് റെസ്പിറേറ്ററി പ്രോബ്ലമായിട്ട്, കാരണം വൈറ്റ് ഫോസ്ഫറസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ വേൾഡ് വാറിൽ തന്നെ കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ വംശഹത്യ, ജനോസൈഡ് ആണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അവിടെ പോയി അപ്പീൽ ചെയ്യുകയും അതിനുള്ള വാദം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനോസൈഡ് എന്നാണ് നമ്മുടെ ബ്രിക്സ് രാജ്യങ്ങളിലൊന്നായ സൗത്ത് ആഫ്രിക്ക ആ ഒരു നിലപാടെടുക്കുകയും ബാക്കിയുള്ള പല രാജ്യങ്ങളും അവരോട് ചേരുകയും ചെയ്തുകൊണ്ടുള്ള വാദം ഹേഗിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് അവരുടെ, ഞാൻ എപ്പോഴും ഉള്ളതുപോലെ ഇന്റേണലി അവരുടെ ഇൻസ്റ്റെബിലിറ്റിയും അന്തഃഛിദ്രങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു വാർ ക്യാബിനറ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാബിനറ്റിലെ പ്രധാനമായിട്ട് വില്ലന്മാരായി മാറിയിരിക്കുന്നത് ഞാൻ എന്നും പറയുന്ന ബെസാലേൽ സ്മോത്രിച്ചും ഇത്തമാർ ബെൻ ഗവീർ എന്ന് പറയുന്ന 2 റേസിസ്റ്റ് ആയിട്ടുള്ള 2 മന്ത്രിമാരാണ്. അവര് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടിയിലെ മന്ത്രിമാരല്ലെങ്കിൽ പോലും അവർ വംശീയതയിൽ വിശ്വസിക്കുന്ന, വംശീയത ഹത്യയിൽ വിശ്വസിക്കുന്ന റേസിസ്റ്റ് ആയിട്ടുള്ള 2 പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന 2 കുപ്രസിദ്ധി നേടിയ 2 നേതാക്കന്മാരാണ്. ഇവര് 3 പേര് കൂടാണ് അവിടുത്തെ എല്ലാവിധ തന്ത്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അമേരിക്കയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ 2 മന്ത്രിമാരുടെ പേര്, അതായത് വേറൊരു രാജ്യത്തെ 2 മന്ത്രിമാരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് ഇറക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ മാസമാണ് അമേരിക്ക ഇറക്കിയത്. കാരണം ബെസാലേൽ സ്മോത്രിച്ചും ഇത്തമാർ ബെൻ ഗവീറിന്റെയും അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളണ്ടറി മൈഗ്രേഷൻ. ഗാസയിലെ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പെട്ടെന്ന് പോകണം, മാറിയിട്ട് അവിടെ ഇസ്രായേലി സെറ്റിൽമെന്റ് അവിടെ കൊണ്ട് വീണ്ടും സ്ഥാപിച്ച് അതാണ് പോംവഴി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗാസയിലെ ജനങ്ങൾ സിനായ് പെനിൻസുല, ഈജിപ്തിലെ സിനായിലേക്ക് എത്രയും പെട്ടെന്ന് മാറണമെന്നാണ് അവരെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അമേരിക്ക രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അമേരിക്കയുടെ കയ്യിലൊന്നും അല്ല നിൽക്കുന്നത്. കാരണം അമേരിക്ക വളർത്തിയതാണ് സൈനിസം എന്ന് പറയുന്നത്. ആ ഒരു പാപഭാരവും ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും, മധ്യേഷ്യയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് അമേരിക്കയാണ്. എന്നാൽ ഈ 3 മാസവും തുടരുമ്പോൾ ഈ പറയുന്ന ഏകപക്ഷീയമായ യുദ്ധം തുടരുന്നെങ്കിലും ഗാസയിലെ ആ മുനമ്പിൽ നിന്ന് ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ടെന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ 150-ലേറെ ഇസ്രയേലി സൈന്യം മരിച്ചു കഴിഞ്ഞു.
ആ 150 ഇസ്രായേലി സൈന്യം എന്നൊക്കെ പറയുന്ന ഇസ്രായേലിലെ ഒരു ആവറേജ് കണക്കനുസരിച്ച് വലുതാണ്. അവിടെ 1, 2, 3 പേരൊക്കെ മരിക്കപ്പെടായിരുന്നു അവിടെ വലിയ പ്രശ്നങ്ങൾ. ഇപ്പോഴ് ഈ 150 എന്ന് പറഞ്ഞ ഒരു കണക്ക് അവർക്കൊരു കണക്കല്ല. കാരണം അവിടെ ഓരോ ദിവസവും സൈനികർ മരിച്ചു വീഴുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച ടെലവീവിലെ വലിയൊരു റാലി നടന്നു. ആ റാലി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റിനെതിരെ എല്ലാ പട്ടണങ്ങളിലും റെസിസ്റ്റൻസും റാലിയും നടക്കുകയാണ്. കൂടാതെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഗവൺമെന്റ് ഈ ഒക്ടോബർ 7 അറ്റാക്കിന് മുമ്പേ ഒരു വലിയ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ജുഡീഷ്യറിയെ തൻ്റെ വരുതിക്ക് നിർത്തുവാനായിട്ടുള്ള ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് കൊണ്ടുവന്ന് വരുതിക്ക് നിർത്തിയെങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി അതിനെ റദ്ദ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എല്ലാ രീതിയിലും ആക്രമിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസയിലെ ആക്രമണം അദ്ദേഹം കൂട്ടുകയാണ്. സ്വന്തമായ ജനങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ അദ്ദേഹം ആക്രമണം അഴിച്ചുവിടുന്നത് ആ ജനങ്ങൾക്കെതിരെ ജനാധിപത്യപരമായിട്ട് അവരെ നേരിടുന്നതിന് പകരം അദ്ദേഹം ക്രൂരമായ രീതിയിൽ ഗസയിലേക്കാണ് അദ്ദേഹം ആക്രമണം അഴിച്ചുവിടുന്നത്. അതാണ് അതിൻ്റെ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതവിടെ ആരും പറയുന്നില്ല. ഇസ്രായേൽ എന്നൊക്കെ ഇന്റേണൽ ഇഷ്യൂ ഉണ്ടോ അന്നൊക്കെ പലസ്തീനിലെയും ഗാസയിലും വെസ്റ്റ് ബംഗാളിലും ജനങ്ങളെ പോയി അവർ കൊല്ലും, ജനശ്രദ്ധ തിരിച്ചുവിടുവാനായിട്ട് ശ്രമിക്കും. സോ ഇസ്രായേലിലെ ഗവൺമെന്റിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി ഉള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ വാർ ക്യാബിനറ്റ് ഇതിനെ എടുക്കുകയും, പോരാട്ടം എന്ന് പറയുന്നത് ഒരു വളരെ അവരതിനെ ഏറ്റവും വലിയ ഒരു ക്രൂരകൃത്യമായിട്ടാണ് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലി ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ആ ഗവൺമെന്റ് അവർ വിചാരിക്കുന്നത് ഗാസയിൽ എത്രമാത്രം ആക്രമണം അഴിച്ചുവിടുവോ അത്രമാത്രം അവർക്ക് അവരുടെ ഗവൺമെന്റ് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് അത് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ സാധിക്കും. നമ്മളിത് പറയുമ്പോൾ ഈ സാധാരണഗതിക്ക് ഇസ്രായേലിൻ്റെ ഇത്തരം കടന്നുകയറ്റങ്ങളോ അതിക്രമങ്ങളോ അപ്രഖ്യാപിതമായ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുകയും അധികം വൈകാതെ ഒരു സീസ് ഫയറിലേക്ക് എത്തുകയും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ആകെ 4-5 ദിവസം മാത്രമാണ് ഇടക്കാലത്ത് ഒരു മനുഷ്യർക്ക് സഹായം എത്തിക്കാൻ പാകത്തിലുള്ള ഒരു ചെറിയ സീസ് ഫയർ ഉണ്ടായത്. ഒരു പെർമനൻറ്റ് സീസ് ഫയർ എന്നുള്ള ആലോചനകൾ പോലും ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് സംശയിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നേരിടുന്ന വലിയ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ഇതിനെ ഒരു ടൂളായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫാർ റൈറ്റ് ആയിട്ടുള്ള പാർട്ടികളും ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന ആക്രമണം, ഈ പറയുന്ന വംശഹത്യാശ്രമം ഇനിയും നീളാനാണ് സാധ്യത എന്ന് നമ്മൾ ഭയക്കണം. ഈ പറയുന്ന വംശഹത്യ ഇനി നീളാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഒക്ടോബർ 7 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ഒരു കാലഘട്ടം, ആ ഒരു 5-6 ദിവസം എന്ന് പറയുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഒരു സിമ്പതി ഉണ്ടായിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഇസ്രായേൽ പിന്നെ ശക്തമായിട്ട് ഒരു ഏകപക്ഷീയമായിട്ട് ഒരു കളക്റ്റീവ് പണിഷ്മെന്റ് ആരംഭിച്ചപ്പോഴത്തേക്ക് അത് കുറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് ഈ ഇസ്രായേലി ഗവൺമെന്റ് കൃത്യമായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കുവാനായിട്ടോ കൺട്രോൾ ചെയ്യാനായിട്ടോ അവർ കൂട്ടാക്കുന്നില്ല. അമേരിക്ക ഒരു പരിധിവരെ ഈ വാർ നിർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം അമേരിക്കയുടെ മുന്നിൽ ബാക്കി അറബ് രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്, വേറെ കുറെ അന്താരാഷ്ട്ര തലത്തിൽ വേറെ വലിയ പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ ഗൾഫ് രാജ്യങ്ങളിലെ UAE പോലുള്ള രാജ്യങ്ങൾ വേറെ വഴി അവർക്കില്ല. അതുകൊണ്ടാണ് അവര് റഷ്യയും ബ്രസീലും ഒക്കെ കൊണ്ടിരുന്ന ആ ഒരു റെസൊല്യൂഷനോടൊപ്പം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കയോടൊപ്പം അവരില്ല. 1. 2, ഇറാനും സൗദി അറേബ്യയുമായിട്ടുള്ള റീഅപ്രോച്ച്മെന്റ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു പുതിയ കാലഘട്ടത്തിൽ അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് ചൈനയാണ്. റഷ്യ അവിടെ ഒരു പ്ലെയറായിട്ട് മാറിയിട്ടുണ്ട്. റഷ്യയും ചൈനയും ഒപ്പം ചേർന്ന് അമേരിക്കയുടെ ഈ പറയുന്ന ഹെജുമണിയിൽ നിന്നും മാറി ചിന്തിച്ച് ഒരു പുതിയ കോൺഫിഗറേഷനിൽ അവർക്ക് നിലനിൽക്കണമെന്ന് ഈ പറയുന്ന GCC രാജ്യങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവർ ബ്രിക്സിലൊക്കെ വന്ന് ചേർന്നിരിക്കുന്നത്. ബ്രിക്സിൽ വലിയ ഒപ്പോസിഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവരിപ്പോൾ ബ്രിക്സിന്റെ ഭാഗമായിട്ട് ഈ ഗൾഫിലെ 1-2 രാജ്യങ്ങളും ഇറാനും ഒക്കെ ബ്രിക്സിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുന്നത് പറഞ്ഞാൽ അതുമല്ല, ഇപ്പൊ ബ്രിക്സിന്റെ പ്രസിഡന്റ്ഷിപ്പ് എന്ന് പറയുന്ന റഷ്യയിലേക്കാണ് പോയിരിക്കുന്നത്. ഇങ്ങനെ ലോക രാജ്യങ്ങളുടെ ഇടയിൽ
വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിപോളാർ വേൾഡ് ആണ് ഒരു പവറിൻ്റെ ഒക്കെ അനുസരിച്ച്. എന്നാൽ വേറെ ചില അരിത്മെറ്റിക് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് പല രീതികളിലും ഈ പറയുന്ന രാജ്യങ്ങളുടെ പുറത്തുള്ള കൺട്രോൾ കുറയുന്നതായിട്ടാണ് നമുക്ക് പല പല സമയങ്ങളും നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഈ പറയുന്ന സഖ്യം, ഈ പറയുന്ന ഉടമ്പടികളൊക്കെ ഏകദേശം പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം അതൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇനി ഇസ്രായേലിൽ വരും. എന്നാൽ ഈ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിന്റെ പുറത്ത് ഒരു കൺട്രോൾ ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായി അവർ പറയുന്നത്, അവർ ഈ അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് കേൾക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റുകളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിലെ ജനങ്ങൾ, ഇസ്രായേലി പീപ്പിൾ, ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു അല്ല ഗവൺമെന്റ് പെർസെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ കുറവാണ് ഇപ്പോൾ വരുന്നത്. അത് ഈ പർട്ടിക്കുലർ ഗവൺമെന്റിനോട് അവർക്ക് ഇനിയും അവർക്ക് സഖ്യം ചേർന്ന് പോകാനായിട്ട് വലിയ താല്പര്യം ഇല്ലാതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവർ ശക്തമായിട്ട് തന്നെ തുടരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി അവരുടെ സേനയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കോൺഫ്ലിക്ട് നടക്കുന്ന സ്ഥലത്ത് അമേരിക്ക ഇപ്പോഴും ഫണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ റഷ്യ ഉക്രൈൻ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു 2 വർഷം അത് പിന്നിടുക, അവിടെ ഒരു 5000 പേരെ മരിച്ചിട്ടുണ്ട്. റഷ്യക്ക് വിചാരിക്കാമെങ്കിൽ റഷ്യക്ക് എത്രയോ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കാം. എന്നാൽ 3 മാസം കൊണ്ടാണ് ഇവിടെ 25,000 തൊട്ട് 30,000 പേര് മരിച്ചു വീണിരിക്കുന്നത്. അതാണ് അതിൻ്റെ നമ്മളാ നോക്കുന്നതിൻ്റെ ആ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറയാം. അതാണ് കാരണം അവിടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ഇല്ലാതെ ഗാസയിലെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അദ്ദേഹം പുതിയൊരു തന്ത്രം ഇറക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ആരുമില്ല, നമ്മൾ തന്നെയേ ഉള്ളൂ ഈ യുദ്ധത്തിൽ. ആ യുദ്ധത്തിൽ നമ്മുടെ സഖ്യകക്ഷികളെല്ലാം നമ്മളെ വിട്ടുകഴിച്ചിരിക്കുന്നു, സഖ്യരാജ്യങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പോരാടണം എന്നൊക്കെയുള്ള ചില അറ്ററൻസസ് ഒക്കെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് അമേരിക്കയ്ക്ക് ഇത് പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ പലസ്തീൻ അതോറിറ്റിക്ക് ഇത് ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം വെസ്റ്റ് ബാങ്ക് ഓൾറെഡി തന്നെ അവിടെ പ്രശ്നങ്ങളാണ്. അവിടെ പലസ്തീൻ അതോറിറ്റിയുടെ കയ്യിലെങ്കിൽ പോലും അമേരിക്കയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഈ പറയുന്ന സമയത്ത് വെസ്റ്റ് ബാങ്കിൽ 150 പേര് മരിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. വെസ്റ്റ് ബാങ്കിൽ 150-200 പേര് മരിച്ചു കഴിഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ എല്ലാ ദിവസവും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ ഇടിച്ചു കളയുകയാണ്. ബേത്ലഹേമിൽ അടക്കമുള്ളിടത്ത് ക്രിസ്മസ് അവർ ക്യാൻസൽ ചെയ്യുവാനുള്ള കാരണവും ശക്തമായ പ്രതിഷേധം കൊണ്ട് അവിടെ മുഴുവൻ പട്ടാളം വളഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിൽ അകത്തുള്ള പലസ്തീനിയൻസ് ഉണ്ട് 20 ലക്ഷം പേര്. അവരും ക്രൂരമായ പീഡനത്തിൽ കൂടാണ് അവരും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവലും അവിടുത്തെ തന്നെ ഒരു പ്രാദേശികമായ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഏകപക്ഷീയമായ അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടുള്ള ഈ അറ്റാക്ക് തുടരുമെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം ഈ ഹോസ്റ്റേജസ് ഉള്ളപ്പോൾ പലപ്പോഴും ഇസ്രായേൽ പുറകോട്ട് മാറും. ഏതാണ് പണ്ട് അങ്ങനെയാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. ഹോസ്റ്റേജ് കാരണം ആരെങ്കിലും ഹോസ്റ്റേജ് ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ അവരത് നിർത്തിയിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്ത് കൊള്ളും. പക്ഷേ 100-ലേറെ പേര് ഇപ്പോഴും ഹോസ്റ്റേജസ് ആയിട്ട് ഇരിക്കുന്നു. അതിൽ 3 പേര് ഇവർ തന്നെ കൊന്നു. അതിൽ 3 പേരെ ഇവർ തന്നെയാണ് കൊന്നത്. അവർ ക്രോസ് ഫയറിൽ അവർ മരിച്ചു വീണു. എന്നിട്ട് പോലും, അതായത് ഈ 100 പേര് ഇനിയും മരിക്കുമെന്നുള്ളത് അവർക്ക് ചിലപ്പോൾ ഒരു ധാരണയുണ്ട്. ചിലപ്പോൾ അവർ മരിച്ചു പോവാം, കാരണം ഇവർ തന്നെയല്ലേ അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് പോലും ആ ഹോസ്റ്റേജസിന്റെ അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹോസ്റ്റേജസ് ലൈഫ് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി അവിടെ ഈ പറയുന്നതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുകയും അതിന് എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ 150ഓളം സൈനികർ ഈ ഇസ്രായേൽ തന്നെ നടത്തുന്ന യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ടു. 130ഓളം ഹോസ്റ്റേജസ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലെ 200-ലധികം പേരെയാണ് ഹോസ്റ്റേജസ് ആക്കിയത്, ബന്ദികളാക്കിയത്. അവരിൽ 130ഓളം പേര് ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ആക്രമണം കൊണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അത് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതാണ്. പക്ഷേ നേതൃനിരയിൽ ഏതാനും പേരെ വധിക്കാൻ സാധിച്ചു എന്നുള്ള ഒഴിച്ചാൽ ഹമാസിനെ
ടാർഗറ്റ് ചെയ്യാൻ ഇതുവരെ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ല. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ആക്രമണം എന്നുള്ളത് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നു തീർക്കുക, അവരുടെ വീടുകളും അവരുടെ മറ്റ് ഭൗതിക സൗകര്യങ്ങളും ഒക്കെ ഇല്ലാതാക്കുക, അവരെ അവിടെ നിന്ന് അപ്രൂട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റ് നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് കാണണ്ടേ? ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഫാർ റൈറ്റ് ഗവൺമെൻറ് ഒറ്റ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എലിമിനേഷൻ ഓഫ് ഗാസ. അവിടെ ഈ ഈ ഒരു October 7 എന്ന് പറയുന്നത് അവർക്ക് വന്ന ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടാണ് അവർ കരുതുന്നത്. ഗവൺമെൻറ് അവർക്ക് വൺസ് ആൻഡ് ഫോർ ഓൾ അവർക്ക് ആ ഗാസയെ തുടച്ചു മാറ്റണം. ആ ഗാസയെ തുടച്ചു മാറ്റുന്നതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് അവർക്ക് അതിനെ കംപ്ലീറ്റ്ലി കൺട്രോളിലേക്ക് എടുക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് ഈ പറയുന്ന കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പറയുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ആരൊക്കെയാണ്? ലിക്വിഡ് പാർട്ടി, തീവ്രമായ ഒരു വലതുപക്ഷ പാർട്ടി, നേരത്തെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു 40കളിൽ. അത് പിന്നെ റേസിസ്റ്റ് ആയിട്ട് പിന്നെ ഒരു പാർട്ടിയായിട്ട് മാറി. പിന്നെ ഉള്ളതാണ് ഈ ഇത്തമാർ ബെൻ ഗവീറിൻ്റെ കഹാനിസ്റ്റ് പാർട്ടിയായ ഒസ്മ യഹൂദിൻ. അത് കഴിഞ്ഞുള്ള പാർട്ടി എന്ന് പറയുന്നത് ഈ നാഷണൽ യൂണിറ്റി തിക്വ, അതെന്ന് പറയാൻ അടുത്ത റേസിസ്റ്റ് പാർട്ടിയാണ് ബെസലേൽ സ്മോത്രിച്ചിൻ്റെ. പിന്നെ മതപരമായ രണ്ട് പാർട്ടികൾ, ഒന്ന് വൈറ്റ് ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടിയായ യുണൈറ്റഡ് തോള ജുഡായിസം, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ജൂതന്മാരുടെ പാർട്ടിയായ മതപരമായ പാർട്ടിയായ ഷാസ്. ഇത്രയും പാർട്ടിയുടെയും അടിസ്ഥാനപരമായ അവരുടെ ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ബിലീവ് ഇൻ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ. ടു സ്റ്റേറ്റ് സൊല്യൂഷൻ തന്നെയല്ല, പലസ്തീൻ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു വേറൊരു മതത്തിൽപ്പെട്ട ഒരാൾ, വേറൊരു നാഷണാലിറ്റിപ്പെട്ട ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നു, അവരോട് സംസാരിക്കുമ്പോഴാണല്ലോ മനുഷ്യനാകുന്നത്. താങ്കൾ ഏതോ ഒരു മതത്തിൽപ്പെട്ട ആൾ ഏതോ ഒരു സ്ഥലത്ത് ജനിച്ചു, ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെങ്ങന്നൂർ ജനിച്ചു, നമ്മൾ തമ്മിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും നിങ്ങളൊരു മനുഷ്യനായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണല്ലോ മനുഷ്യം. അതാണ് മനുഷ്യത്വം, അതാണല്ലോ നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ തമ്മിലുള്ള കണക്ടിവിറ്റി. അതില്ലാത്തൊരു സമൂഹം, അതില്ലാത്തൊരു പാർട്ടി, ഞാൻ ഈ പറയുന്നതൊന്നും ഇസ്രായേലിലെ ജനങ്ങൾക്ക് മുഴുവനായിട്ട് ഇതിലല്ല. അതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ഈ പറയുന്ന അറ്റാക്കിൽ, ഹമാസിന്റെ അറ്റാക്കിൽ പലസ്തീന് വേണ്ടി നിന്നവർ പലരും മരിച്ചു. അത് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നല്ലോ. പുരോഗമനമായി ചിന്തിക്കുന്ന പലരും മരിച്ചു വീണു. അവർ ഈ പറയുന്ന ഈ ഹമാസിന്റെ അറ്റാക്കിൽ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിലെ ജനങ്ങളെ എതിരല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇസ്രായേൽ കാലാകാലങ്ങളിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തമായ ഒരു ആന്റി പലസ്തീൻ പോസ്റ്റർ, അതിൽ ഏറ്റവും എക്സ്ട്രാ റൈറ്റിസ്റ്റ് പോസ്റ്ററിലാണ് ഇന്നത്തെ ഗവൺമെന്റ് നിൽക്കുന്നത്. നമ്മുടെ സൂപ്പർ മാസിസ്റ്റ് ഗവൺമെന്റ് എന്ന് ഈ പിന്നാണെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് തന്നെ എഴുതിയത്. അപ്പോൾ ഇത് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ, പലസ്തീൻ എന്ന് പറയുന്ന ജനങ്ങളെയോ പലസ്തീനുകാരെയോ വിശ്വസിക്കാത്തവരാണല്ലോ ഇവര്. അതിന് സമമായിട്ട് ലോകത്തൊന്നേ ഉണ്ടായിട്ടുള്ളൂ, ന്യൂറംബർഗ് ലോ. ഹിറ്റ്ലറിന്റെ ന്യൂറംബർഗ് ലോ 1920കളും 30കളിലൊക്കെ 40കളും സമയം എന്തായിരുന്നു? അത് ജൂതനെതിരായിരുന്നു. അന്ന് ജൂതൻ എന്ന് പറയുന്ന ഒരു വംശത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ജൂതൻ മരിക്കപ്പെടണം, അതാണ് ഫൈനൽ അസാസിനേഷന്, ഫൈനൽ ഇതിലേക്ക് ചെന്ന് അവസാനിച്ചത്. അതുപോലെ അതേ ജനത അന്ന് ഇതിൽ കൂടെ കടന്നുപോയ ക്രൂരമായ ജനസൈഡിൽ കൂടെ, ഹോളോകോസ്റ്റിൽ കൂടെ കടന്നുപോയ അതേ ജനത വേറൊരു ജനതയ്ക്ക് മുകളിൽ അതേ ടെക്നിക്കും അതേ സ്ട്രാറ്റജിയും അതേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഒരു സങ്കടകരമായ അപജയം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അമേരിക്ക ഒരു പരിധിവരെ ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിലേക്ക് ഗസയും വെസ്റ്റ് ബാങ്കും വരണം, 2 സ്റ്റേറ്റ്സ് എന്നുള്ളത് അംഗീകരിക്കപ്പെടണം എന്നുള്ള സ്റ്റാൻഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആന്റണി ബ്ലിങ്കൻ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി, 5 തവണയാണ് ഇതിനിടയിൽ ഇസ്രായേൽ സന്ദർശിച്ച് ചർച്ചകൾ നടത്തിയത്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഇസ്രായേൽ ഗസയിൽ മാത്രമല്ല ലബനാനിലേക്ക് ആക്രമണം നടത്തുന്നു, ഹിസ്ബുള്ളയ്ക്ക് നേരെ. അപ്പുറത്ത് ഹൂത്തികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും മറ്റ് സഖ്യരാജ്യങ്ങളും ചേർന്ന് യമനിൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുകയും, മറുഭാഗത്ത്
ഈ സംഘർഷം വ്യാപിപ്പിക്കാനോ വിപുലീകരിക്കാനോ ശ്രമം നടക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അമേരിക്ക ഇതിനിടയിൽ തന്നെ ഈ ഇറാഖിൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തി. അവിടെ പിന്നാണെങ്കിൽ ഹിസ്ബുള്ള പിന്നാണെങ്കിൽ മിലിറ്റൻസിനെതിരെയാണ് പറഞ്ഞ് ഇറാഖിൽ ആക്രമണം നടത്തി, സിറിയയിൽ ആക്രമണം നടത്തി, ലെബനനിൽ ആക്രമണം നടത്തി, ഹൂത്തികൾക്കെതിരെ എന്ന് പറഞ്ഞ് ഈ ഹൂത്തീസിനെതിരെ എന്നൊക്കെ പറഞ്ഞ് ആക്രമണം നടത്തുമ്പോൾ ആരാ മരിക്കുന്നത്? ജനങ്ങളല്ലേ. അല്ലെ, അവിടെ ഇവർക്ക് ടാർഗറ്റ് ചെയ്യുമ്പോൾ അവിടെ ഇവരാരും വന്ന് ഇരുന്ന് കൊടുക്കുന്നില്ലല്ലോ. അവിടുത്തെ പാവപ്പിടിച്ച ജനങ്ങളല്ലേ മരിക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറയും, അത് എന്നും ആവർത്തിക്കുകയാണ് വീണ്ടും. ഇറാഖി ഇൻവേഷൻ ഓഫ് കുവൈറ്റ് അന്ന് തുടങ്ങി, അത് 1991 അന്ന് ആ ഒരു കാലഘട്ടം തുടങ്ങി ഇന്ന് 2023 വരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങളെയാണ് അമേരിക്കയും സഖ്യരാജ്യങ്ങളും മധ്യേഷ്യ പശ്ചിമേഷ്യയിൽ ഏരിയൽ ബോംബിങ്ങിൽ കൊന്നിട്ടുള്ളത്. എത്രയോ പേരെയാണ് കൊന്നത്. അത് ഇന്നും തുടരുകയാണ്. പക്ഷേ ഇവിടെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഈ ലോകത്ത് എല്ലാ രാജ്യങ്ങളും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുക ഇതിനെതിരെ. പ്രത്യേകിച്ച് ജൂത സംഘടനകളാണ് ഈ പല രാജ്യങ്ങളിലും ഇതിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു വിഭാഗം ജൂത സമൂഹം, അവര് ഈ സയനിസത്തിൽ വിശ്വസിക്കുന്നില്ല. പലസ്തീൻ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് കൊടുക്കണം എന്നാണ് പൂർണ്ണമായി അവർ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ജർമ്മനിയിലൊക്കെ വലിയ ജൂയിഷ് ഇന്റലക്ച്വൽസ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഗവൺമെന്റിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റ് 8 മാസം മുമ്പേ വന്നു. ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഈ ഇസ്രായേലി ഗവൺമെന്റിനെതിരെ എന്ത് പറഞ്ഞാലും ആന്റിസെമിറ്റിസം എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാനുള്ള തന്ത്രമാണ്, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതേ സമയത്ത് ഹമാസിനെ കട്ടം ചെയ്തുകൊണ്ട്, ഹമാസിനെ നമ്മളെല്ലാം കട്ടം ചെയ്തിട്ടുണ്ട്. കാരണം ഹമാസിന്റെ അറ്റാക്ക് അൾട്ടിമേറ്റ്ലി 10-30,000 പേർ ജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ഹമാസിന്റെ അറ്റാക്കിനെ നമ്മളാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ പറയുന്ന അറ്റാക്കുകളോ അക്രമങ്ങളോ കൊണ്ട് ഇസ്രായേലിനകത്ത് എപ്പോഴൊക്കെ അവർ ശ്രമിച്ചിരുന്നോ അപ്പോഴൊക്കെ വലിയ നാശനഷ്ടമാണ്, മനുഷ്യനഷ്ടമാണ് പലസ്തീന്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് നമ്മൾ അതിനോട് യോജിക്കുന്നില്ല. എന്നാൽ ഇതിനിടയ്ക്ക് 2-3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഈ പറയുന്ന UK, ജർമ്മനി, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിൽ പലസ്തീൻ പ്രോ പലസ്തീൻ റാലികൾ നിരോധിച്ചെങ്കിലും ആയിരക്കണക്കിന് ജനങ്ങൾ രംഗത്തിറങ്ങി. 1. 2, അമേരിക്കയിലാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികളും ഫാക്കൽറ്റിയും അടക്കമുള്ളത് യൂണിവേഴ്സിറ്റി വലിയ തരംഗമായി മാറി. പിന്നെ അമേരിക്കയിലെ 3 പ്രധാന യൂണിവേഴ്സിറ്റി, ഒന്ന് ക്ലോഡിയൻ ഗേ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയന്റിസ്റ്റ്, അവർ ഹാർവാർഡിൽ. അതുപോലെ മെഗിൽ എന്ന് പറയുന്ന ഒരു പിന്നാണെങ്കിൽ അവരുടെ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ്. 3ാമത് MITയുടെ പ്രസിഡന്റ്, വൈസ് ചാൻസലർമാരെ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ 2 പേരും രാജിവെച്ചു. അവർ 3 പേരെയും കോൺഗ്രഷണൽ ഹിയറിംഗ്, അവിടുത്തെ കോൺഗ്രസിന്റെ ഹിയറിംഗിനകത്ത് ഈ 3 വൈസ് ചാൻസലർമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാരോടും അവർക്കെതിരെയുള്ള ആരോപണം എന്ന് പറയാൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ നടത്തിയ പ്രക്ഷോഭത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ വിദ്യാർത്ഥികളെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റില്ല. വിദ്യാർത്ഥികൾ ജെനുവൻലി ഒരു റൈറ്റിന് വേണ്ടിയാണ് പോരാടുന്നത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? പക്ഷേ ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയെ മറിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ വലിയ കോർപ്പറേറ്റ് ഹൗസസ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് ഹൗസസ് എന്ന് പറയുന്നത് ജൂയിഷ് ആണ്. അവിടുത്തെ ഏറ്റവും വലിയ, അതൊരു വൈറ്റ് ക്രിസ്ത്യൻ കൺട്രി ആണെങ്കിലും ജൂയിഷ് ആണ് അവിടുത്തെ ഏറ്റവും വലിയ ധനികന്മാരും ഏറ്റവും വലിയ ബിസിനസ് കമ്മ്യൂണിറ്റിയും. അപ്പോൾ അവരുടെ സമ്മർദ്ദം മൂലം ഇവർ 2 പേരും, അതായത് ഹാർവാർഡിലെ പ്രസിഡന്റും പെൻസിൽവേനിയയിലെ പ്രസിഡന്റും രാജിവെച്ചു. ഇനി MITയിലെ തന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള വേറെ 2-3 യൂണിവേഴ്സിറ്റിയിലെ പ്രസിഡന്റ്സും ഇനി അടുത്തിടെ രാജിവെക്കുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമേരിക്കയിലൊക്കെ ആദ്യമായിട്ട് ഈ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ പ്രക്ഷോഭമൊന്നും പലസ്തീന് അനുകൂലമായിട്ടൊന്നും അവിടെ ഉണ്ടാകാറില്ല. അപ്പോൾ ലോകമെമ്പാടും ഒരു എന്താ പറയുക, ഇതിനെതിരെ ശക്തമായിട്ട് ഒരു നിലപാടായിട്ട് ജനങ്ങൾ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ബെർണി സാൻഡേഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു ലെഫ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ അമേരിക്കയുടെ ടാക്സ് പേയേഴ്സിന്റെ ഈ പൈസയുമായിട്ട് ഇനിയും പോയി ഗാസയിലെ ജനങ്ങളെ ഇല്ലാതാക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം സോ therefore ഈ ലോക രാജ്യങ്ങളുടെ എല്ലാവരും പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഇസ്രായേലിനോടൊപ്പം ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ അവരുടെ നയങ്ങളോട് ഒപ്പമില്ല. അതുകൊണ്ടാണ് കാനഡയും അതുപോലെ തന്നെ ഫ്രാൻസും ഒക്കെ ഈ സ്റ്റേറ്റ്മെന്റ്, കാനഡയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ സ്റ്റേറ്റ്മെന്റിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു അതിനെതിരെ പ്രതികരിച്ചത്. അതിനെല്ലാം അദ്ദേഹം വളരെ റേസിസ്റ്റ് ആയിട്ട് ആന്റിസെമിറ്റിക് ആയിട്ടൊക്കെ മാറ്റും. ഈ ആന്റിസെമിറ്റിക് ആയിട്ട് മാറ്റിക്കഴിയുമ്പോൾ
യൂറോപ്യൻസ് അവര് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ വീഴും. കാരണം എന്താണ്? their past is very dubious. കാരണം ഈ ഹോളോകോസ്റ്റിന്റെ വലിയ പാസ്റ്റ്, ജൂയിഷ് പേഴ്സിക്യൂഷന്റെ വലിയൊരു പാസ്റ്റ് ഈ യൂറോപ്യൻസ് കൊണ്ടു നടക്കുന്നതുകൊണ്ട് വളരെ ഈസിയാണ് ഈ ഇസ്രായേലി ഗവൺമെന്റിന്റെ യൂറോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ തന്നെ അവര് ഇതിനകത്തൊക്കെ സക്കം ചെയ്യും. പക്ഷേ ഫ്രാൻസ് പിന്നാണെങ്കിൽ ബ്രസീലോ ഇന്ത്യയോ ചൈനയോ സൗത്ത് ആഫ്രിക്കനോ ഈ പറയുന്ന ആന്റിസെമിറ്റിസം നടക്കില്ല. പക്ഷെ അതിൽ അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഞാൻ അതുകൊണ്ട് ഈ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സൗത്ത് ആഫ്രിക്കയില് ഈ പിന്നാണെങ്കിൽ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചതിന് ശേഷം നെൽസൺ മണ്ടേല മോചിതനായിട്ട് പ്രസിഡന്റായിട്ട് അദ്ദേഹം അമേരിക്കയിൽ ചെന്നു. അപ്പൊ അമേരിക്കയിൽ ചെന്ന് അവിടെ വലിയൊരു ഡിബേറ്റ് അന്ന് പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി, ജൂയിഷ് ഇന്റലക്ച്വൽസ് അവരെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെയും സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന റേസിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ ടോപ്പിൽ തന്നെ അവരുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇന്നത്തെ ഗവൺമെന്റിലും അവരുണ്ട്. ദേ ആർ അവർ കോംറേഡ്സ്. ബട്ട് അതൊന്നും പലസ്തീന്റെ പോരാട്ടത്തിന് വേണ്ടി തടസ്സമായി നിൽക്കത്തില്ല. We identify ourselves with the Palestinians because Palestinians are also fighting for self-determination and Palestinians are fighting for freedom. Our freedom will not be completed. പലസ്തീന് സ്വാതന്ത്ര്യം ലഭിക്കാത്തടത്തോളം കാലം ഞങ്ങളുടെ ഞങ്ങൾ ആ ഫ്രീഡം അച്ചീവ് ചെയ്യുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. Our freedom will be complete only once the Palestinians are free. Once they ഒരു പലസ്തീൻ സ്റ്റേറ്റിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് അവരെത്തൂ എന്നുള്ളതാണ് നെൽസൺ മണ്ടേലയുടെ വലിയ വാക്കുകൾ. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി ഞാൻ എപ്പോഴും ഇന്റർനാഷണൽ റിലേഷൻസും ഈ പലസ്തീനെയും കാണുമ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആ പലസ്തീൻ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കേരളത്തിൽ ആവർത്തിച്ചു പറഞ്ഞത്, ഇത് ഒരിക്കലും ജൂതനും മുസ്ലിമുമായിട്ടുള്ള പോരാട്ടമല്ല. ജൂതനും മുസ്ലിമുമായിട്ടുള്ള പോരാട്ടത്തെ ഇത് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അതാണ് സാമ്രാജ്യ ശക്തികൾക്ക് വേണ്ടത്. സാമ്രാജ്യ ശക്തികളുടെ ഏറ്റവും വലിയ തന്ത്രവും അതുതന്നെയാണ്. ഇസ്ലാമോഫോബിയെ ഇതിനെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിറ്റുവേഷൻ വളരെ എളുപ്പമാണ്. ഇന്ത്യയിലെ ഗവൺമെന്റ് പോളിസിയും അതിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. റൈറ്റ്. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ലോകവ്യാപകമായിട്ട് വരുന്ന പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങളിൽ ജൂയിഷ് സമുദായത്തിലെ അംഗങ്ങൾ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ജൂത സമുദായത്തിലെ അംഗങ്ങൾ തന്നെ വ്യാപകമായി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ അമേരിക്കയിൽ, UK-യിൽ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഒക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പല ഇൻ്റർനാഷണൽ ഫോറങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള പ്രമേയങ്ങൾ വരുന്നുണ്ട്. സീസ്ഫയറിനെ കുറിച്ചുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. അത് UN പൊതുസഭയിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ ഈ വംശഹത്യയെക്കുറിച്ച്, യുദ്ധക്കുറ്റത്തെക്കുറിച്ചുള്ള പരാതികളുണ്ട്. അത് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. അമേരിക്ക പോലും മുൻപ് ഞങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിരുന്ന അമേരിക്ക ഇപ്പോൾ 2 സ്റ്റേറ്റ് എന്നുള്ളത് അംഗീകരിക്കപ്പെടണം, സീസ്ഫയർ വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ മാറുന്നില്ല. പക്ഷെ ഇതൊന്നും ഇസ്രായേലിനെ തടയാൻ പര്യാപ്തമാകുന്നില്ല എന്ന് പറയുന്നത് അത് ഈ ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു മാറ്റം അതെന്താണ്? ആക്ച്വലി അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അമേരിക്കക്ക് കഴിയില്ല. ഞാനത് ആദ്യം വന്നപ്പോൾ തന്നെ ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഏഷ്യാനെറ്റിലും ബാക്കിയുള്ള TV ചാനലുകൾ ഞാൻ പറഞ്ഞാണ്, അമേരിക്കയുടെ കൺട്രോളിലല്ല ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്ക ഈ ഒക്ടോബർ 7 ശേഷം, ഞാൻ വീണ്ടും ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വയലന്റ് ലാഡർ, ആ ലാഡറിലേക്ക് കയറി നിന്ന് അങ്ങ് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അവരുടെ കയ്യിൽ ഇന്ന് ഒരു സ്റ്റിയറിംഗ് ഇല്ല. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ നേതാവ് നയിക്കുന്ന ഒരു മുങ്ങാൻ പോകുന്ന ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ക്രൂരമായ കപ്പലിൽ ആ കപ്പലിന്റെ ഓരം ചേർന്ന് അമേരിക്കയും അങ്ങ് പോവുകയാണ്. അതിന് 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, ജോ ബൈഡൻ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്രസിഡന്റ് അല്ല. 2, അമേരിക്കയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. 3, അമേരിക്കൻ ജൂയിഷ് കമ്മിറ്റി. 4, അമേരിക്കൻ ഇസ്രായേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ്. 5, അമേരിക്കയിലെ വലിയ ധനികരായ ജൂയിഷ് ലോബി. പിന്നെ ഈ പറയുന്ന യൂറോപ്പും അമേരിക്കയും ഒക്കെ ചേർന്ന് ഇപ്പോൾ നാറ്റോയുമായിട്ട് റഷ്യയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ യുദ്ധം, അതിനകത്തുള്ള അന്തഃചിത്രങ്ങൾ.
ഈ പറയുന്ന എല്ലാ പല രീതിയിലുള്ള ഒരു സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് പെർസെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒന്ന്, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് ഒരു സമൂഹത്തിന് മാത്രമേ രാജീവ് ശങ്കരൻ കഴിയത്തുള്ളൂ. അത് പശ്ചിമേഷ്യയിലെ ജനങ്ങൾ. അവര് ശക്തമായിട്ട് ഇറങ്ങിയാൽ പശ്ചിമേഷ്യയിലെ ജനങ്ങളും ഇസ്രായേലിലെ ജനങ്ങളും അവരുടെ കയ്യിലാണ് ഈ യുദ്ധം. ഇസ്രായേലിലെ ജനങ്ങളും പശ്ചിമേഷ്യയിലെ ജനങ്ങളും ഇറങ്ങി ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ യുദ്ധം തീരും. എന്നാൽ പശ്ചിമേഷ്യയിലെ അറബ് കൺട്രീസ് അവര് പലപ്പോഴും വേവർ ചെയ്തതിൻ്റെ കാര്യമായിട്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒക്ടോബർ 7 മുമ്പേ ഈ സൗദി അറേബ്യ പോലും ഇസ്രായേലുമായിട്ട് നെഗോഷിയേഷൻ ചെയ്ത് ബൈലാറ്ററൽ റിലേഷനിലേക്ക് എത്തി. അവിടെ പലസ്തീൻ എന്ന് പറയുന്ന നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഇല്ലായിരുന്നു. സൽമീസ് അഹമ്മദ് എന്ന് പറയുന്ന വലിയ നമ്മുടെ അംബാസഡർ, അദ്ദേഹം ഇത് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ ആ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ അവർ പലസ്തീൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അവിടെ കൊണ്ടുവന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഗിഡെയൻ ലെവി എന്ന് പറയുന്ന ഇസ്രായേലിലെ കമന്റേറ്റർ പറയുന്നത്, നമ്മൾ തൊട്ടടുത്ത പലസ്തീനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, പക്ഷേ റിച്ച് അറബ് മുസ്ലിം കൺട്രീസുമായിട്ട് ഇസ്രായേല് അവരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുവാൻ വളരെ വിഘ്നതയായി കാട്ടുന്നു. സോ ഈ ഒരു മാറ്റത്തിന് പശ്ചിമേഷ്യയിലെ ജനങ്ങളും ഇസ്രായേലിലെ ജനങ്ങളും ഒരുപോലെ മനസ്സ് വെച്ചാൽ മതല് ലോകരാഷ്ട്രങ്ങളൊന്നും ഇപ്പം അതിനെ കൺട്രോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ രീതിയിലുള്ള ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സും വേൾഡ് പൊളിറ്റിക്സും പോകുന്നത്. പണ്ട് പല പല രാജ്യങ്ങളിലെ യുദ്ധം പല രീതികളിലും കൺട്രോൾ ചെയ്യാൻ പറ്റി. അന്ന് അതിനൊക്കെ ഒരു പ്രധാന പ്രശ്നമുണ്ട്. അടിസ്ഥാനപരമായി ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് പശ്ചിമേഷ്യയിലും പലസ്തീനിലും ഈ പ്രശ്നങ്ങളിൽ വലിയ രീതിയിൽ ഇല്ലാഞ്ഞത് USSRന്റെ കാലഘട്ടം. അന്ന് USSR ഉണ്ട്, ശക്തമായ ഒരു വലിയ ചേരി, ഒരു അമേരിക്കയ്ക്ക് എതിർത്തുകൊണ്ടൊരു വേറൊരു ചേരിയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ നോൺ അലൈൻമെന്റിന്റെ ഭാഗമാണ്, അതേസമയം USSRന്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു വലിയ ഒരു ബൈപോളാർ വേൾഡ് ആയിരുന്നു. അതാണ് അതിന്റെ അഭാവം എന്നുള്ളത് വളരെ ശക്തമായിട്ട് മുഴച്ചു നിൽക്കുകയാണ് ഇന്നത്തെ വേൾഡ് ഓർഡർ. റൈറ്റ്. അതൊരു വലിയ പ്രതിസന്ധിയായി ഈ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിലുമുണ്ട്. വൻ ശക്തിയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട്. ആ വൻ ശക്തിയുടെ പിന്തുണയിലാണ് ഇസ്രായേൽ ഈ ആക്രമണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ. പക്ഷേ അമേരിക്ക നിർദ്ദേശിച്ചാൽ പോലും യുദ്ധം നിർത്തില്ല അല്ലെങ്കിൽ വംശഹത്യ നിർത്തില്ല എന്ന നിർബന്ധ ബുദ്ധി കാണിക്കുന്നു ബെഞ്ചമിൻ നെതന്യാഹു. അതിനെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ മറികടന്നുകൊണ്ടൊരു നിലപാട് പ്രഖ്യാപിക്കാൻ പാകത്തിലുള്ള മറ്റൊരു ശക്തിയുടെ അഭാവം ലോകത്ത് മുഴച്ചു നിൽക്കുന്നു എന്നാണ് ജിനു ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ ഇസ്രായേൽ തുടരുന്ന ഈ വംശഹത്യ ഒരുപക്ഷെ ലോകരാഷ്ട്രീയത്തിൽ വരും നാളുകളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുമാത്രമല്ല, ഇസ്രായേലിലെയും ഫലസ്തീനിലെയും ജനങ്ങൾ, ഇസ്രായേലിൻ്റെ ജനത പോലും ഈ വംശഹത്യാശ്രമത്തെ വലിയ തോതിൽ അപലപിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ രണ്ടിടത്തെയും ജനങ്ങൾ, ഇസ്രായേലിലെയും ഫലസ്തീനിലെയും പശ്ചിമേഷ്യയിലെയും ലോകത്താകെയുമുള്ള ജനങ്ങൾ ഈ വംശഹത്യാശ്രമത്തെ അവസാനിപ്പിക്കാൻ പാകത്തിലേക്കുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരും എന്ന് ഈ നഗ്ബ, രണ്ടാം നഗ്ബയുടെ 100-ാം ദിനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ജിനു, ഞങ്ങളോട് സഹകരിച്ചതിന്. ഇൻസൈറ്റിൽ മറ്റൊരു എപ്പിസോഡുമായി കൂടിയാണ്.